നിങ്ങളെ വർക്കിലെ പ്രൊഡക്ടിവിറ്റിയും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു സംഭവം നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ നിങ്ങളെ ചങ്ങായിയും കൂടി നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കഫേയിലേക്ക് ചായ കുടിക്കാൻ പോയി. 2 കോഫിയും 2 സമൂസയും പറഞ്ഞു. കടയത്തെ സ്റ്റാഫ് 2 സമൂസയും 2 കോഫിയും നിങ്ങളെ ടേബിളിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച്. നിങ്ങൾ തൊട്ടപ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് അടിപൊളി സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ. നിങ്ങൾ പതുക്കെ കടിച്ചപ്പോൾ അതിന്റെ ഉള്ളിലത്തെ ഒരു മസാലയും അതിന്റെ ഫ്ലേവറും അതിന്റെ ഉള്ളിലത്തെ ഓരോ ഇൻഗ്രീഡിയൻസും ഉള്ളിയും മസാലയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ പതുക്കെ എൻജോയ് ചെയ്താൽ കടിച്ച് കടിച്ച് ഫുൾ ആയിട്ട് നിങ്ങൾ കഴിച്ചു. അതേപോലെ നിങ്ങൾ ആ കോഫി എടുത്ത് ആ കോഫിന്റെ ഒരു ഫ്ലേവറും അതിന്റെ നിറവും അതിന്റെ ചൂടും ടേസ്റ്റും മധുരം എല്ലാം അടിപൊളി. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കിട്ടിയ സെയിം സമൂസയും സെയിം കോഫി നിങ്ങളെ ചെങ്ങായിക്കും കിട്ടിയത്. ഓനിത് കഴിക്കുന്ന സമയത്ത് നാളെ ബൈക്കിന്റെ EMI അടക്കണല്ലോ. 1500 ഷോർട്ട് ഉണ്ട്. എന്താ ഇപ്പൊ ചെയ്യാ? കഴിഞ്ഞ മാസം വണ്ടി ആക്സിഡന്റ് ആയി. ആ ചെങ്ങായിന് പറഞ്ഞാൽ മതി. ഓ റോങ് സൈഡ് കയറി വന്നാണ്. പിന്നെ എങ്ങോട്ടൊക്കെ വണ്ടി ഓടിക്കണം. ഒന്നെങ്കിൽ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാവിനെ കുറിച്ചാണ് ഇവൻ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവന് എത്ര ടേസ്റ്റുള്ള ചായ ആണെങ്കിലും സമോസ ആണെങ്കിലും അത് ഫീൽ ചെയ്യൂല. അത് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പൊ വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് എന്റെ ഫുൾ ഫോക്കസും ഫുൾ അറ്റൻഷനും ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി കൂടി ഞാൻ ഇതിലേക്ക് കൊടുക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഈ ഒരു രീതി വർക്കിലും കാര്യങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് റിസൾട്ടും കൂട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടാവും.